students, welcome to SCTC Victors Academy. നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസ് 12 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ പാർട്ട് 8 ആണ് ഓൺ ടു ഫങ്ഷൻസ്. അപ്പോൾ എന്താണ് ഓൺ ടു ഫങ്ഷൻ നോക്കുന്നതിന് മുന്നേ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൺ ഫങ്ഷൻ എന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു പോർഷൻസ് പാർട്ട് 7 നിങ്ങൾ കണ്ടതിന് ശേഷം പാർട്ട് 8 കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ആൻ എക്സാമ്പിൾ. നമുക്ക് വൺ ഫംഗ്ഷൻ എക്സാമ്പിൾ എടുക്കാം. സപ്പോസ് എഫ് ഓഫ് എക്സ് is equal to 3x minus 2. Okay, f of x is equal to 3x minus 2 is injective or not? അതാണ് ചോദ്യം. ഇൻജെക്റ്റീവ് മീൻസ് ഇൻജെക്റ്റീവ് എന്ന് എക്സാമിന് കാണാം. ഇൻജെക്റ്റീവ് ദാറ്റ് മീൻസ് വൺ ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ വൺ ഫംഗ്ഷൻ ഒന്നും കൂടി പറഞ്ഞിട്ട് നമ്മൾ ഓൺ ടുവിലേക്ക് പോവാം. അപ്പോൾ f of x is equal to 3x minus 2 ഇൻജെക്റ്റീവ് ആണോ എന്ന് എങ്ങനെയാണ് നിങ്ങൾ പരിശോധിക്കുക? അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് പറയണം, എന്താണ് വൺ ഫംഗ്ഷൻ എന്ന് പറയണം. വൺ ഫംഗ്ഷൻ വളരെ ഈസിയാണ്. ഇപ്പോൾ സപ്പോസ് ഇവിടെ 1 2 3 3 എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഹിയർ ദിസ് ഈസ് എ ബി സി ഡി 4 എലമെന്റ്സ് ഉണ്ടെന്നായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഇതിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് എയിലേക്ക് എന്താണ് ഒരു കണക്ഷൻ കൊടുത്തു, ബിയിലേക്ക് ഞാൻ എന്താണ് ഒരു കണക്ഷൻ കൊടുത്തു, എന്താണ് സിയിലേക്കും ഒരു കണക്ഷൻ കൊടുത്തു. അപ്പോൾ ഇവിടെ എഫ് ഓഫ് വൺ that is equal to a, okay, and f of 2 which is equal to b, and f of 3 which is equal to c. അപ്പോൾ ഇവിടെ ഓരോ എക്സിനും കറസ്പോണ്ടന്റ് എന്തുണ്ട്, ഒരു y എവിടെയുണ്ട്, ദറ്റ് ഈസ് നോൺ ആസ് വൺ ഫംഗ്ഷൻ. ഇതെന്താണ് വൺ ഫംഗ്ഷൻ ആണ് നമുക്ക് പറയാം. കാരണം ഇവിടുത്തെ എല്ലാ എക്സിനും ഇവിടെ ഒരു ഇമേജേ ഉള്ളൂ. നേരെ മറിച്ച് നമുക്ക് സപ്പോസ് ഈ പറയുന്ന ഒന്നിന് ഇങ്ങോട്ട് കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കും. ദെൻ എഫ് ഓഫ് 1 is equal to a, b എന്ന് പറയും. രണ്ട് ഉത്തരം വരും. സോ അങ്ങനെ വന്നാൽ ദാറ്റ്സ് നോട്ട് വൺ ഫംഗ്ഷൻ. ഓക്കെ, ക്ലിയർ ആവാം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ സപ്പോസ് ദിസ് ഈസ് x1 ആൻഡ് x2, ക്ലിയർ, and here this is f of x1, okay, and this is f of x2. for x1 ൽ നിന്ന് നമ്മൾ f of x1 ലേക്ക് ഒരു കണക്ഷൻ കൊടുത്തു, അതുപോലെ x2 ൽ നിന്ന് f of x2 ലേക്ക് ഒരു കണക്ഷൻ കൊടുത്തു. ഈ രണ്ടും ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇങ്ങനെ രണ്ട് ഡിഫറെന്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എന്താണ് ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ ഓർ വൺ ഫംഗ്ഷൻ. മനസ്സിലായോ? അപ്പോൾ എക്സിലുള്ള എല്ലാവർക്കും വൈയിൽ ഒരു ബന്ധം ഉണ്ടാവണം. ആ ബന്ധം ഡിഫറെന്റ് ആയിരിക്കണം, അതായത് ഒരേ ബന്ധം ആവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് വൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് നോൺ ആസ് വൺ. സോ ഫ്രം ദിസ് ഫിഗർ വി ക്യാൻ സേ ദാറ്റ് x1 not equal to x2, clear? x1 ഉം x2 എന്താണ് ഈക്വൽ അല്ല. therefore f of x1 also not equal, f of x1 not equal to f of x2. ഇങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്താൽ അതെന്താണ് വൺ ഫംഗ്ഷൻ ആണ്. ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ. ഇനി വേറെ രീതിയിൽ നിങ്ങൾ ഇതിനെ ആലോചിച്ച് നോക്കുക. സപ്പോസ് this is 1, this is also 1, okay, and this is 2, this is also 2. ഇങ്ങനെയാണ് വിചാരിക്കും. ഞാൻ 2 പ്രാവശ്യം 1 എഴുതി, 2 പ്രാവശ്യം 2 എഴുതി. അങ്ങനെയാണെങ്കിൽ 1 ൽ നിന്ന് 2 ലേക്ക് ഞാൻ റിലേഷൻ എഴുതി, അതുപോലെ ഇവിടെ 1 ൽ നിന്നും ഇതിലേക്ക് തന്നെ 2 ലേക്ക് തന്നെ എഴുതി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് എലമെന്റ് റിപ്പീറ്റ് ആവുന്ന അത് ഒരു തവണ എഴുതാൻ പാടുള്ളൂ. ആക്ച്വലി ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് 1 ഇവിടെ ഉള്ളൂ, ഇപ്പുറത്ത് എന്താണ് 2 മാത്രമേ ഉള്ളൂ. സോ 1 ൽ നിന്ന് 2 ലേക്കാണ് ആക്ച്വലി ഈ റിലേഷൻ വന്നിട്ടുള്ളൂ. നമ്മളിവിടെ രണ്ടാക്കി എഴുതിയെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ 1 അല്ലേ? അതെ, ദാറ്റ് മീൻസ് x1 ഉം x2 എന്താണ് ഇവിടെ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ f of x1 ഉം f of x2 എന്താണ് ഈക്വൽ ആയിരിക്കണം. സോ that is the another condition, that is f of x1 equal to f of x2. okay, that implies അതായത് ഇവിടെ ഈ f of x1 f of x2 എന്താണ് രണ്ട് തന്നെയാണ്. അപ്പോൾ അത് ഈക്വൽ ആയെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് x1 x2 എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. x1 equal to x2, clear? so f of x1 is equal to f of x2, that implies x1 is equal to x2. നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ടാണ് ഇത് നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക, f of x is equal to 3x minus 2. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്? f of x1
ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കണം. ഓക്കെ, ആൻഡ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x minus 2. ഓക്കെ, ക്ലിയർ? ഇനി വാട്ട് ഈസ് എഫ് ഓഫ് എക്സ് വൺ? എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ പ്ലേസിൽ 1 കൊടുക്കണം. അപ്പോൾ 3x1 minus 2. സോ ദിസ് ഇസ് ഈക്വൽ ടു 3x1 minus 2. എക്സിൻ്റെ പ്ലേസിൽ x1 എന്ന് കൊടുത്തു. ദെൻ എഫ് ഓഫ് എക്സ് ടു എന്താണ്? അഗെയിൻ എക്സിൻ്റെ പ്ലേസിൽ നിങ്ങൾ x2 എന്ന് കൊടുക്കണം. ദാറ്റ് ഈസ് 3 into x2 minus 2. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ -2 വെട്ടിപ്പോയി, ഇവിടുത്തെ 3യും ഈ 3യും വെട്ടിപ്പോയി. ദാറ്റ് മീൻസ് x1 is equal to x2. So therefore this function is injective. Okay, this function is injective, or നമുക്ക് എന്താ മറ്റൊരു പേര് 1. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x square. ഇതാണ് എൻ്റെ അടുത്ത എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു തിയറി അനുസരിച്ചാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് വൺ എടുക്കാം. എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു എന്ന് നമ്മൾ തെളിയിക്കണം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ x1 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് x1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താണ് x2 ഹോൾ സ്ക്വയർ. നിങ്ങളിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. x1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് x1. ഓക്കെ, ആൻഡ് ഹിയർ ആൾസോ x2 മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് x2. ക്ലിയർ? ഫോർ എക്സാമ്പിൾ, സപ്പോസ് if I take x1 is equal to 3 square, and x2 is equal to -3 square. So this 3 square is equal to 9, and this -3 square is equal to again 9. Okay, clear? അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് തെളിഞ്ഞല്ലോ. തെളിഞ്ഞു. ബട്ട് this 3 and this -3 നമുക്ക് വേണ്ട എന്താണ്? x1 and x2 ഈക്വൽ എന്നല്ല. that is this 3 not equal to this -3. കണ്ടോ? അപ്പോൾ 3 സ്ക്വയറും -3 സ്ക്വയറും 9 ആണ്. അപ്പോൾ x1 സ്ക്വയറും x2 സ്ക്വയറും സെയിം ആവും. ബട്ട് x1 നോട്ട് ഈക്വൽ ടു x2. ക്ലിയർ? ഹിയർ x1 നോട്ട് ഈക്വൽ ടു x2. നമുക്ക് എന്താണ് തെളിയിക്കേണ്ടത്? ഇഫ് എഫ് ഓഫ് x1 is equal to എഫ് ഓഫ് x2, ദാറ്റ് ഇംപ്ലൈസ് x1 is equal to x2 എന്നാണ് തെളിയിക്കേണ്ടത്. പക്ഷേ ഇവിടെ x1 നോട്ട് ഈക്വൽ ടു x2 എന്നാണ് വന്നിരിക്കുന്നത്. സോ therefore this function is not 1 or injective. ഓക്കെ, ഈ ഫംഗ്ഷൻ 1 അല്ല. നമ്മുടെ ഓൺ ടു ഫംഗ്ഷനിലേക്ക് പോവാം. ഓൺ ടു ഫംഗ്ഷൻ. ഓക്കെ, അനദർ നെയിം, മറ്റൊരു നെയിം എന്ന് പറയുന്നത് സർജക്റ്റീവ് ഫംഗ്ഷൻ. അനദർ നെയിം ഈസ് നോൺ. നേരത്തെ നമ്മൾ ഇൻജക്റ്റീവ് പറഞ്ഞ പോലെ നമുക്കിവിടെ എന്താണ് സർജക്റ്റീവ് എന്ന് പറയാം. സർജക്റ്റീവ്. ഓക്കെ, സോ എക്സാമിന് ചിലപ്പോൾ പ്രൂവ് ദാറ്റ് ദിസ് ഫംഗ്ഷൻ ഈസ് സർജക്റ്റീവ്, ഓർ പ്രൂവ് ദാറ്റ് ദിസ് ഫംഗ്ഷൻ ഈസ് ബോത്ത് 1 ആൻഡ് ഓൺ ടു എന്നൊക്കെ പറഞ്ഞു തരും. സോ ഈ ഒരു ടേം നിങ്ങൾ ഓർത്തിരിക്കണം. ക്ലിയർ ആണോ? ഇനി എന്താണ് നമുക്ക് സർജക്റ്റീവ് ഫംഗ്ഷൻ നോക്കാം. വളരെ ഈസി ആണത്. സപ്പോസ് ദിസ് ഈസ് എക്സ്, ആൻഡ് എക്സിനകത്ത് നമുക്ക് 1 2 3 3 എലമെന്റ്സ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് വൈ, ആൻഡ് ഹിയർ വൈ എ ബി സി ഡി. ക്ലിയർ? ഞാനിവിടെ കണക്ഷൻ കൊടുത്തേക്കുന്നത് 1 to A, 2 to B, and 3 to C. Clear? So here ഞാൻ എയുടെ എഫ് ഇൻവേഴ്സ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പറയണം. എഫ് ഇൻവേഴ്സ് എയിന് ഏതുമായിട്ടാണ് ബന്ധം? ഒന്നുമായിട്ടാണ് ബന്ധം. ഓക്കെ, therefore എഫ് ഇൻവേഴ്സ് ബി, നിങ്ങൾക്ക് പറയാലോ ബിക്ക് ആരുമായിട്ടാണ്? 2 ആയിട്ടാണ് ബന്ധം. ദെൻ എഫ് ഇൻവേഴ്സ് സി, സിക്ക് ആരുമായിട്ടാണ് റിലേഷൻ? 3 ആയിട്ടാണ് റിലേഷൻ. ഓക്കെ, ദെൻ എഫ് ഇൻവേഴ്സ് ഡി, ഡിക്ക് ആരെങ്കിലുമായിട്ട് റിലേഷൻ ഉണ്ടോ? നോ, ദർ ഇസ് നോ സച്ച് എ റിലേഷൻ. സോ നോ. ക്ലിയർ? അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ വന്നാൽ ദിസ് ഈസ് നോട്ട് ഓൺ ടു. ശ്രദ്ധിക്കുക, നോട്ട് ഓൺ ടു. അപ്പോൾ ഓൺ ടു ആണെങ്കിൽ എന്താണ്? റിലേഷൻഷിപ്പ് വേണം. ഇവിടെ ആരും വെറുതെ ഇരിക്കാൻ പാടില്ല. അതായത് വൈനകത്ത് ഒരാൾ പോലും റിലേഷൻഷിപ്പ് ഇല്ലാതെ ഇരിക്കാൻ പറ്റൂല.
ഇവിടെ ഉള്ള ഒരാൾക്ക് ഇപ്പുറത്തേക്ക് ഒരു റിലേഷൻഷിപ്പ് എന്തായാലും വേണം. മനസ്സിലായോ? ക്ലിയർ ആണോ? അതായത് ഇതിനെ ഈ y-നെ നമ്മൾ നോൺ ആസ് റേഞ്ച്, വി കോൾഡ് ഇറ്റ് ആസ് റേഞ്ച്. ഇപ്പൊ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? എന്താണോ നിങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്ന റേഞ്ച്, ആ റേഞ്ച് കോഡൊമൈൻ ആയിരിക്കണം. അതായത് ഇവിടെയുള്ള എല്ലാവർക്കും ഇപ്പുറത്തേക്ക് എന്താണ്? റിലേഷൻഷിപ്പ് വേണം. മനസ്സിലാവുന്നുണ്ട് സാർ പറയുന്നത്? അപ്പോൾ നിങ്ങളൊരു ഫങ്ഷൻസ് നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ ഇവിടെ ആരും ഒഴിഞ്ഞു നിൽക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഡിയിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഒരു ബന്ധം ഉണ്ടെങ്കിൽ, സപ്പോസ് ദിസ് ഈസ് 4, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് 4ൽ നിന്ന് ഡിയിലേക്ക് ഉണ്ടെങ്കിൽ ഈ പറയുന്ന വൈയിൽ എല്ലാവർക്കും എക്സിലൊരു പ്രീ ഇമേജ് ഉണ്ടെന്ന് പറയും നമ്മൾ. അങ്ങനെ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഓൺ ടു ഫംഗ്ഷൻ. അങ്ങനെ ഇല്ലെങ്കിൽ അത് ഓൺ ടു ഫംഗ്ഷൻ അല്ല. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു എക്സാമ്പിളിലേക്ക് പോവാം. സപ്പോസ് f of x is equal to 5x plus 2. 5x plus 2. f of x is equal to 5x plus 2. ഇത് ഓൺ ടു ആണോ എന്ന് നമുക്ക് പരിശോധിക്കണം. ഓക്കെ, ക്ലിയർ? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ 5x plus 2 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ f of x ന് പകരം നമ്മൾ y എന്ന് കൊടുക്കണം. സോ y is equal to 5x plus 2. Clear? Okay. And function നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: f from real number to real number. Okay. റിയൽ നമ്പർ അറിയാൽ എല്ലാ പോസിറ്റീവ് സംഖ്യകൾ, നെഗറ്റീവ് സംഖ്യകൾ, അതുപോലെ തന്നെ 0, അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യുന്ന 1/2 3/4 അങ്ങനെ എഴുതുന്ന എല്ലാ സംഖ്യകളും പെടുന്നതാണ് റിയൽ നമ്പർ. അപ്പോൾ എക്സിന്റെ വാല്യൂ റിയൽ നമ്പർ ആയിരിക്കും, വൈയുടെ വാല്യൂ എന്തായിരിക്കും? റിയൽ നമ്പർ ആയിരിക്കണം. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? f of x is equal to 5x plus 2. അപ്പോൾ നമ്മൾ ഇതിന്റെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഓൺ ടു എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ f of x നെ നിങ്ങൾ y എന്ന് പറഞ്ഞ് എഴുതണം. y is equal to 5x plus 2. then find x. ഇതിനകത്ത് നിന്ന് x കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ടിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കണം. സോ y minus 2 is equal to 5x. ക്ലിയർ? ഓക്കെ. അപ്പോൾ y minus 2 5x എന്ന് കിട്ടി. ദെൻ x ഇവിടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. ദാറ്റ് ഈസ് y minus 2 ഡിവൈഡഡ് ബൈ 5 is equal to x. ക്ലിയർ ആണോ? ഓക്കെ. സോ ഇതാണ് നമുക്ക് ഫൈനലി നമ്മൾ എത്തിച്ചേരേണ്ട എന്താണ് ആൻസർ. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് മനസ്സിലായത്? അതായത് yക്ക് നിങ്ങൾ എന്ത് വില കൊടുത്താലും there is an x value. കണ്ടോ? if you put y is equal to 2, 2 minus 2 that is 0, 0 by 5 0, x is equal to 0. Suppose if put y is equal to 0, then x is equal to 0. Clear? So that means here 0 0, there is a relation. Okay. If put y is equal to 1, then x is equal to what? Put 1 here, 1 minus 2 that is equal to minus 1 by 5. So if y is equal to 1, then x is equal to minus 1 by 5. That means every y, എല്ലാ yക്കും x നകത്ത് എന്താണ്? ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. So this means this function is on to. Clear? Okay. Another name എന്താണ് നമ്മൾ പറഞ്ഞത്? on to അല്ലെങ്കിൽ എന്ത് പറയും? സർജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത്? പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ. സോ ഓൾ y ആൻഡ് x വാല്യൂസ് ആർ എന്താണ്? റിയൽ നമ്പർ ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുമ്പോൾ ഈ ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഈ ഒരു സംഭവം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അല്ലാണ്ട് ചുമ്മാ അതിന് ചാടിക്കയറി ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കാണ്ട് ഇവിടെ എന്താ തന്നിരിക്കണേ നോക്കണം. R2 R ആണ് തന്നിരിക്കുന്നത്. ഓക്കെ. ദ സെയിം ക്വസ്റ്റ്യൻസ് ആറ് നിങ്ങളോട് പറയാണ് Z to Z ആണെന്ന് വിചാരിക്കും. സെയിം ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഇത് 1 1 ആവോ? Let's check. Suppose y is equal to 7. 7 is an integer. Okay. So 7 കൊടുത്താൽ 7 minus 2 that is 5. 5 by 5 that is 1. Okay. That means y is equal to 7 നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ that means x is equal to 1 എന്ന് കിട്ടും. Okay. Okay. അപ്പോൾ നമുക്ക് 7 ഒരു റിയൽ നമ്പർ ആണ്, സോറി ഇൻറ്റിജർ ആണ്. 1 ഒരു ഇൻറ്റിജർ ആണ്. സോ 1ൽ നിന്ന് 7ലേക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയാം. ഓക്കെ. ഇഫ് പുട്ട്
if you put y is equal to 5 instead of 7, if you put y is equal to 5 instead of 7, you put y is equal to 5. So if you put y is equal to 5, what happened? 5 minus 2, that is equal to 3, 3 by 5. So if y is equal to 5, the x will be 3 by 5. x എന്ന് പറയുന്നത് 3 by 5 ആയിരിക്കും. സോ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് സാധ്യമല്ല, കാരണം 3 by 5 is a rational number, not integer. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കണം R2 R ആണോ, R2 പ്ലസ് R ആണോ, R2 മൈനസ് R ആണോ, Z Z ആണോ എന്നൊക്കെ നോക്കണം. Z ആണെങ്കിൽ ഈ ഫംഗ്ഷൻ ഇസ് നോട്ട് ഓൺ ടു. കാരണം എന്താണ്, സപ്പോസ് ഇഫ് യു പുട്ട് y ഈക്വൽ ടു 5 എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിന് എന്ത് വില കിട്ടാൻ, എക്സിന് ഒരു ഫ്രാക്ഷനാണ് കിട്ടുന്നത്. ഫ്രാക്ഷൻ ഇസ് നോട്ട് ആൻ ഇൻഡിജർ. ഓക്കെ, വാട്ട് ഈസ് ഇൻഡിജർ മീൻസ്, സപ്പോസ് 5.52 5.62 എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ വാട്ട് ഈസ് ഇൻഡിജർ? ഇൻഡിജർ ഈസ് 5. ക്ലിയർ? മൈനസ് 1.32 മൈനസ് 1.12, വാട്ട് ഈസ് ഇൻഡിജർ? ദിസ് ഈസ് മൈനസ് 1, ഇൻഡിജർ. അപ്പോൾ പോസിറ്റീവ് സംഖ്യകൾ നെഗറ്റീവ് സംഖ്യകൾ എവിടെ വരും? ഇൻഡിജറിൽ വരും. സിമിലാർലി 0.65, what is the integer? Integer is 0. Clear? But integer is not in the form 3 by 5. So if you put y is equal to 5, you will get x, the answer of x is 3 by 5. So like this, 3 by 5 to 5. That's not in the case of z to z. Z to z ൽ അങ്ങനെ വരാൻ പറ്റില്ല. അതുകൊണ്ട് if the function from z to z, integer to integer, then it is not onto function. Clear ആണോ? Okay. Suppose if the function is from R to Z, is that onto R to Z? Look at this example. 5 is an integer ആണ്. R ഇവിടെ എന്ത് നമ്പറും വരാം. So this is onto function. Clear ആണോ? അപ്പോൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ, എന്താണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്, ഏത് നമ്പറിൽ നിന്ന് ഏത് നമ്പറിലേക്കാണെന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിന്റെ ആൻസർ ചെയ്യാൻ. അല്ലാണ്ട് 5x+2 വന്നാൽ എപ്പോഴും ഓൺ ടു ആണ്, അങ്ങനെ പഠിച്ച് കാണാപ്പടം പഠിച്ചൊന്നും പോകാൻ പറ്റില്ല. ഓക്കെ, അനദർ എക്സാമ്പിൾ, മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സപ്പോസ് f of x is equal to modulus x ആണെന്ന് വിചാരിക്കാം. f of x is equal to modulus x and the function says f from R to R. Okay, whether it is onto function or not. onto ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കണം. സപ്പോസ് നമ്മൾ പറഞ്ഞ പോലെയാണെങ്കിൽ f of x സമം y എന്ന് എടുക്കുക, y is equal to modulus x. ക്ലിയർ ആണോ? ഓക്കെ, ലെറ്റ്സ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഈ ഡയഗ്രാം വരച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ദിസ് ഈസ് x and this is y. Function from x to y. x ൽ നിന്ന് y ലേക്കാണ് ഫംഗ്ഷൻ. Here everything is range, everything is real number, not range, everything is real number. And here check here, y is equal to modulus x, that means the value is always positive. Clear? Modulus means suppose x is equal to -1, then modulus -1 is equal to 1. If x is equal to 1, then modulus 1 is equal to 1. So that means here only r plus, whatever the values of x, the range is always r plus, but the question says the range is r. Okay, അതായത് നമ്മൾ ആറിൽ നിന്ന് ആറിലേക്കാണ് ഫംഗ്ഷൻ പോകുന്നത്. ഇവിടെയും റിയൽ നമ്പർ ആയിരിക്കണം, ഇവിടെയും റിയൽ നമ്പർ ആയിരിക്കണം. പക്ഷേ ഈ ഫംഗ്ഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ എപ്പോഴും വൈയിൽ ആരായിരിക്കും? പോസിറ്റീവ് സംഖ്യകൾ മാത്രമേ വരുള്ളൂ, അതായത് നെഗറ്റീവ് സംഖ്യകൾ വരില്ല. സോ ദാറ്റ് മീൻസ് the range of this function not equal to r. റേഞ്ച് എന്താണ്? ആറിന് ഈക്വൽ ആയിട്ട് വരുന്നില്ല. എന്താണ് റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്? ഏതൊക്കെ വരെ മാക്സിമം പോവാന്നുള്ളതാണ്. ഇവിടെ മാക്സിമം എന്താണ്? പോസിറ്റീവ് സംഖ്യകൾ മാത്രമേ വരുന്നുള്ളൂ, നെഗറ്റീവ് സംഖ്യകൾ ഒന്നും തന്നെ വരുന്നില്ല. സോ അതുകൊണ്ട് റേഞ്ച് നോട്ട് ഈക്വൽ ടു r, therefore this function is not onto. Okay, മനസ്സിലായോ? Suppose the question is like this, r to r plus, then it is onto. Okay, then let's take another example to understand the concept well. That is f of x is equal to f from r to r. Okay, f of x is equal to, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്, എന്താണ്? sin x. ഈ സൈനും കോസൊക്കെ കാണുമ്പോൾ തന്നെ ചിലർക്ക് പേടിയാണ്. sin x, x belongs to r എന്നും പറഞ്ഞിട്ടുണ്ട്. x belongs to real numbers.
is this function is onto or not. അപ്പോൾ അതിന് നിങ്ങൾ ട്രിഗണോമെട്രി അറിയണം. ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സൈനിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾവേസ് -1 to 1. ഇത്രേ വരുള്ളൂ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ എഴുതുകയാണെങ്കിൽ y is equal to എന്താണ്, sin x. y is equal to sin x. ഇപ്പം നിങ്ങളിവിടെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ x എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് x and the y is always 1 or -1. So what about other numbers? No, other numbers ഇവിടെ റേഞ്ചിൽ വരില്ല. കാരണം the range is always in between -1 to 1. Maximum value 1 and minimum value is -1. അപ്പോൾ what about 2? 2 is not here. Okay, so therefore this function is not onto. Clear ആണോ? So how to നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ how to become its onto, how to change the question to become its like onto function. എങ്ങനെ ചേഞ്ച് ആക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഈ R2 എന്നുള്ള സ്ഥലത്ത് എന്താണ്, ഈ കംപ്ലീറ്റ് റിയൽ നമ്പർ നമ്മൾ എന്താണ് വരുത്താൻ പറ്റില്ല. അവിടെ നമുക്ക് എന്തുമാത്രം വരാൻ പറ്റുള്ളൂ, 1ഉം -1ഉം മാത്രമേ വരാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ മാറ്റുകയാണെങ്കിൽ ഓക്കെ, ദിസ് ഈസ് ഓൺടു. അല്ലെങ്കിൽ അത് ഓൺടു അല്ല. കാരണം മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ പറയുന്നത് ഇവിടെ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ പ്രകാരം 6 ആണ്. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നമ്പേഴ്സിനകത്ത് വിടണം. പക്ഷേ നമ്മൾ y is equal to sin x ചെയ്യുമ്പോൾ sin xന്റെ റേഞ്ച് എപ്പോഴും 1 to -1 വരുള്ളൂ, മറ്റു സംഖ്യകൾ വരില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന പോലെ റിയൽ നമ്പേഴ്സിലെ മറ്റു പല സംഖ്യകൾക്കും റിലേഷൻഷിപ്പ് ഇല്ലാതായി വരും. അതായത് ഇവിടെ സപ്പോസ് 2 ഉണ്ടെങ്കിൽ ആ 2-ന് ഇങ്ങോട്ടൊരു ബന്ധം ഉണ്ടാവില്ല. ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താണ് വിത്ത് എക്സുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ പറയുകയാണ് ദിസ് ഈസ് നോട്ട് ഓൺ ടു. ക്ലിയർ ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? റേഞ്ച് ഈസ് നോട്ട് ഈക്വൽ ടു R എന്ന് എഴുതിയാൽ മതി. ഇനി വേറൊരു കുറച്ചും കൂടി അഡ്വാൻസിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഫംഗ്ഷൻ R - 2. ആറിൽ നിന്ന് 2 ഇല്ല. 6 ആണ്, x എന്ന് പറഞ്ഞാൽ 6 ആണ്, പക്ഷെ അതിനകത്ത് എന്തില്ല, 2 ഇല്ല. ഓക്കെ, ദെൻ R -1. അതുപോലെ റേഞ്ചിനകത്ത് 1ഉം ഇല്ല. The function is f of x is equal to x - 1 divided by x - 2. Is this function is onto or not? ഇത് onto ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ദിസ് ഈസ് ഈക്വൽ ടു y എന്ന് എടുക്കുക. y ഈസ് ഈക്വൽ ടു x - 1 ഡിവൈഡഡ് ബൈ x - 2. ഓക്കെ, ക്ലിയർ ആണോ? ഇത് നമ്മൾ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ഇങ്ങോട്ട് എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ. സോ y ഇൻറ്റു x ഈസ് ഈക്വൽ ടു xy മൈനസ് y ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 2y ഈസ് ഈക്വൽ ടു x - 1. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ടിടത്തും ഈ എക്സിനെ നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കുക, 2y-നെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ xy ഇവിടെയുള്ള പോസിറ്റീവ് എക്സ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ -x ഇസ് ഈക്വൽ ടു ഈ -2y അപ്പുറം ചെല്ലുമ്പോൾ -1 പ്ലസ് 2y. ഓക്കെ, ഇനി ഇതിന് എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. സോ എക്സ് കോമൺ ആയിട്ട് സാർ പുറത്തേക്ക് എടുക്കുക. ദാറ്റ് ഈസ് y - 1. x into y - 1 is equal to ഇവിടെ പോസിറ്റീവ് സംഖ്യയായ 2y ആദ്യം 2y - 1. ക്ലിയർ? സോ ഫ്രം ദിസ് ഇക്വേഷൻ x is equal to ഇവിടെ 2y - 1 റൈറ്റ് സൈഡിൽ കിടപ്പുണ്ട്, 2y - 1 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഈ y - 1 താഴേക്ക് എഴുതണം. സോ y - 1. സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് x. അപ്പോൾ ഓൺ ടു ആണ് തെളിയിക്കുന്നത് നിങ്ങൾ ഇൻ ടേംസ് ഓഫ് x കണ്ടുപിടിക്കണം. ഹിയർ വി ക്യാൻ സേ ദാറ്റ് y - 1 0 ആവാൻ പാടില്ല. that y - 1 not equal to 0. that means y not equal to 1. okay, clear ആണോ? y യുടെ വില ഒരിക്കലും 1 ആവാൻ പാടില്ല, വേറെ എന്ത് വേണമെങ്കിലും ആവാം. സോ അത് തന്നെയാണ് നമ്മുടെ റേഞ്ചും. റേഞ്ച് മീൻസ് r - 1. റേഞ്ച് മീൻസ് റിയൽ നമ്പറിൽ നിന്ന് 1 ഒഴിച്ചുള്ള ആര് വേണമെങ്കിലും വരാം. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ക്ലിയർ ആണോ? യെസ്. സോ ദിസ് ഈസ് an onto function. So here range is equal to codomain. കണ്ടോ? So therefore this is an onto function. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്താണ് onto function. ക്ലിയർ ആണോ? ഇനി സാറ് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. സപ്പോസ് എ ഫംഗ്ഷൻ
ആർ ടു ആർ. ആർ ടു ആറിൽ നിന്ന് ഒരു ഫംഗ്ഷൻ സാർ എഴുതുന്നത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ദിസ് ഈസ് ദ ഫംഗ്ഷൻ. ഈസ് ദിസ് ഫംഗ്ഷൻ ഈസ് ഓൺ ടു ഓർ നോട്ട്? നമുക്ക് സാർ അതിന് വെൻ ഡയഗ്രാം വരച്ച് കാണിച്ചില്ല, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, നിങ്ങളിവിടെ ഒരു വാല്യൂസ് എഴുതുകയാണ്. സപ്പോസ് 1, 2, -1, -3. You can write any value because this is r. Okay, here you can write only 1 because f of x is equal to 1. Whatever the values of x, the y value is always 1. So you can put like this. Okay, so but our range is r. That means there are lot of numbers here, -1, 2, 3, 4. ഇവർക്ക് ആർക്കും ഇങ്ങോട്ട് എന്തില്ല, ബന്ധമില്ല. കാരണം എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് ആൾവേസ് ഈസ് ഈക്വൽ ടു 1. സോ ഈസ് ദിസ് ഫംഗ്ഷൻ ഈസ് ഓൺ ടു? നോ, ദിസ് ഈസ് നോട്ട് ഓൺ ടു. വൈ? ബിക്കോസ് ദ റേഞ്ച് നോട്ട് ഈക്വൽ ടു ആർ. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ സാർ പറയുന്നത്? അപ്പോൾ ഇതെന്താണ്? ഓൺ ടു അല്ല. മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഫ് ഫംഗ്ഷൻ റിയൽ നമ്പറിൽ നിന്ന് നമ്മൾ കുറയ്ക്കേണ്ടത് 4/3. ഓക്കെ, 2 റിയൽ നമ്പറിൽ നിന്ന് തന്നെ കുറച്ചിട്ട് എന്താണ് -2/3. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x plus 3 divided by 4 minus 3x. Okay, so this is our question, and the question is prove that the function is bijective. So പുതിയൊരു ടേം ആണ് ബൈജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ബൈജക്റ്റീവിന്റെ അർത്ഥം നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? 1, 1. ഓക്കെ, അതിന്റെ പേരെന്താണ്? ഇൻജെക്റ്റീവ്. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് നമ്മൾ ഇന്ന് പഠിച്ചു എന്താണ്? ഓൺ ടു ഫംഗ്ഷൻ. എന്താണ് അതിന്റെ പേര്? സർജക്റ്റീവ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് നമ്മൾ ഇങ്ങനെയുള്ള പേരുകളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. സർജക്റ്റീവ് ആണ് തെളിയിക്കുക. ഓക്കെ, 1, 1 ആണ് തെളിയിക്കാൻ നമ്മൾ എന്താണ് എടുത്തത്? എഫ് ഓഫ് എക്സ് 1 നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ആണെങ്കിൽ x1 നോട്ട് ഈക്വൽ ടു x2 എന്ന് തെളിയിക്കണം. അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് 1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ആണെങ്കിൽ x1 ഇസ് ഈക്വൽ ടു x2 എന്ന് തെളിയിക്കണം. ഇവിടെ ഓൺ ടു ആണെങ്കിൽ നമ്മൾ എക്സിന്റെ ടേംസിൽ എഴുതിയിട്ട് ആ y ആ റേഞ്ചിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് അത് ഓൺ ടു ആണ് എഴുതും. ഇല്ലെങ്കിൽ റേഞ്ച് ഈസ് നോട്ട് ഈക്വൽ ടു അതിന്റെ ഏതാണോ റേഞ്ച് തന്നേക്കുന്നത് അത് എടുത്ത് എഴുതിയിട്ട് നോട്ട് ഈക്വൽ ടു എഴുതി നമ്മൾ ഓൺ ടു അല്ലെന്ന് എഴുതും. എന്നാൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇൻജെക്റ്റീവ് ആണെന്നോ സർജക്റ്റീവ് ആണെന്ന് ചോദിച്ചിട്ടില്ല. മറിച്ച് ചോദിച്ചിരിക്കുന്നത് പുതിയൊരു ടേം ആണ് ബൈജക്റ്റീവ്. വാട്ട് യു മീൻ ബൈ ബൈജക്റ്റീവ്? ഒരു ഫംഗ്ഷൻ ബോത്ത് ഇൻജെക്റ്റീവ് ആൻഡ് സർജക്റ്റീവ് രണ്ടും ആണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ബൈജക്റ്റീവ്. സോ ഹൗ ക്യാൻ യു പ്രൂവ് ദാറ്റ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ? ഇതെങ്ങനെയാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആവുന്നത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. സോ പ്ലീസ് വിസിറ്റ് പാർട്ട് 9. സോ പാർട്ട് 9ൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും എന്താണ് ബൈജക്റ്റീവ് എന്ന് പഠിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസ് ആണ് നമുക്ക് വേണ്ടത്. കമൻസ് നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ചാനൽ ജോയിൻ ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പുള്ള വീഡിയോസ് കണ്ട് പഠിക്കാവുന്നതാണ്. ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോസ് ലൈവിന് ശേഷം മെമ്പർഷിപ്പിലേക്ക് മാറും. സോ പിന്നെയും കണ്ടു പഠിക്കണമെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക. അതിന് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ജോയിൻ എന്ന ബട്ടൺ അമർത്തുക. അതിനകത്ത് 119 രൂപ മാസം നിങ്ങൾക്ക് അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ വീഡിയോസ് കണ്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.